പനിനീർപ്പൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ത്രീയുടെ ശരീരം വളരെയധികം വികാരബിന്ദുക്കൾ ഉള്ളതാണ്. എന്നാൽ പല പുരുഷന്മാർക്കും അത് അറിയാറില്ല. എന്നാൽ പുരുഷനറിയാത്ത സ്ത്രീകളുടെ ശരീരത്തിലെ 8 വികാര ബിന്ദുക്കളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. സ്ത്രീ ശരീരം മുഴുവൻ വികാര ബിന്ദുക്കളാണ്. ഒരുപക്ഷെ സ്ത്രീ പോലും അറിയാത്ത കേന്ദ്രങ്ങൾ. പല പുരുഷന്മാരും ചുംബനങ്ങൾക്ക് ശേഷം 2 മിനിറ്റ് മാറിടങ്ങളെ ലാളിച്ചു നേരെ കാര്യത്തിലോട്ടാണ് കടക്കുക. എന്നാൽ പുരുഷ സ്പർശനവും ലാളനയും കൊതിക്കുന്ന ഒരുപാട് ഭാഗങ്ങൾ സ്ത്രീ ശരീരത്തിൽ ഉണ്ട്. എല്ലാവർക്കും അറിയുന്ന യോനി, ക്രിസരി, സ്തനം, നിതംബം, ചുണ്ട് എന്നീ ഇടങ്ങളെ മാറ്റി നിർത്തി പുരുഷ സ്പർശം ഏൽക്കാൻ സ്ത്രീ മോഹിക്കുകയും ദാഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്ന ചില ഭാഗങ്ങളാണ് നമ്മളിവിടെ പരിശോധിക്കുക. ഒന്നാമത് തല. സ്ത്രീയുടെ രതിമൂർച്ച തലച്ചോറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതാണ് വാസ്തവം. തലയിലെ ഓരോ തലോടലും സ്ത്രീയുടെ ലൈംഗികമോഹം ഉണർത്താൻ സഹായകമാണ്. ഒരു കൈകൊണ്ട് പുറം താങ്ങി മറ്റേ കൈകൊണ്ട് തല മെല്ലെ തലോടുകയും മുടി ഇഴകളിലൂടെ പതിയെ 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 വിരലോടിക്കുകയും ചെയ്യുക. ഒപ്പം തന്നെ നെറ്റിയിലും നെറുകയിലും മൃദു ചുംബനങ്ങൾ നൽകുക. ഇങ്ങനെ ചെയ്യുന്നത് മൂലം സ്ത്രീക്ക് ലൈംഗിക ആനന്ദത്തിനൊപ്പം തന്നെ മനസ്സിന് വളരെയധികം ആശ്വാസവും ധൈര്യവും കിട്ടുന്നതാണ്. അടുത്തത് ചെവികളാണ്. ചെവി കേൾക്കാൻ മാത്രമുള്ളതല്ല. സ്ത്രീ ലൈംഗികതയിൽ ചെവിക്കുള്ള പ്രാധാന്യം തിരിച്ചറിയാതെ പോകുകയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ചെവിയിലെ സ്പർശനവും ചുംബനവും സ്ത്രീ ശരീരമാകെ പ്രകമ്പനമുണ്ടാക്കുന്നു, സ്ത്രീയെ ഇക്കിളിപ്പെടുത്തുന്നു. തള്ളവിരൽ ഉപയോഗിച്ചും പുറം ചെവിയും ചൂണ്ടാണി വിരൽ ഉപയോഗിച്ച് ചെവിയുടെ ഉൾഭാഗവും ഒരേ സമയത്ത് തലോടി കൊടുക്കുക. ഒപ്പം തന്നെ മറുചെവിയിൽ ചുംബിക്കുകയും ചെവിക്കുൾവശം നാവുകൊണ്ട് ഒഴിയുകയും ചെയ്യുക. കടലിലൂടെ ശാന്തമായി പോയിക്കൊണ്ടിരിക്കുന്ന കപ്പൽ പെട്ടെന്ന് തലകുത്തനെ മറിയുന്നത് പോലെ ഒരു മാറ്റം സ്ത്രീ ശരീരത്തിൽ നാവുകൊണ്ടുള്ള ഈ ഒഴിച്ചിൽ കൊണ്ട് ഉണ്ടാകുന്നു. അതുകൊണ്ട് നാവുകൊണ്ടുള്ള പ്രയോഗം കപ്പൽ മറയ്ക്കൽ എന്നും പറയപ്പെടുന്നു. ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. അവൾ കീഴ്മേൽ മറിയുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അടുത്തത് കഴുത്താണ്. സ്ത്രീ ശരീരത്തിലെ സെൻസിറ്റീവ് ഭാഗമായ കഴുത്തിൽ നിരവധി ഞരമ്പുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ കഴുത്തിലെ മൃദുവായ സ്പർശം പോലും സ്ത്രീയെ പെട്ടെന്ന് ഉത്തേജിതയാക്കും. കഴുത്തിൽ പതിയെ കൈകൊണ്ട് തലോടി കൊടുക്കുക. മുൻകഴുത്തിലെ തലോടൽ മാറിടത്തിന് മുൻഭാഗം വരെയും പിൻകഴുത്തിലെ തലോടൽ തോള് വരെയും തുടരുക. കഴുത്തിൽ ചുംബിക്കുന്നതിനൊപ്പം തന്നെ ചുണ്ടുകൾ കൊണ്ട് പയ്യെ ഉരസുക. പക്ഷേ അങ്ങനെ ഉരസുമ്പോൾ പല്ലുകൾ തട്ടാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തത് മുതുകാണ്. മുതുകും സ്പൈനും പ്രധാന വികാര കേന്ദ്രങ്ങളാണ്. ലൈംഗികതയെ ഉണർത്തുന്നു. ഒട്ടേറെ നാഡികൾ ഇവിടെ പിണഞ്ഞു കിടക്കുന്നുണ്ട്. ഇവിടെ ഓരോ സ്പർശവും സ്ത്രീയെ ഉണർത്തുന്നു. തലോടിന് ഒപ്പം തന്നെ വിരൽ തുമ്പുകൊണ്ടും ചെറിയ സ്ട്രോക്കുകൾ നൽകുന്നത് സ്ത്രീക്ക് കൂടുതൽ ആനന്ദം നൽകും. പുറത്തെ തലോടൽ മനസ്സിനും ശരീരത്തിനും മൊത്തമായി ഒരു റിഫ്രഷ് നൽകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്തത് വാരിഭാഗമാണ്. പൊതുവെ ശരീരം മുഴുവൻ മൃദുല സ്പർശം ആഗ്രഹിക്കുന്ന സ്ത്രീ കുറച്ച് ഹാർഡ് ആയ സ്പർശം കൊതിക്കുന്ന ഭാഗമാണ് വാരിഭാഗം. ഈ ഭാഗത്തെ സ്പർശനം കൊണ്ട് സ്ത്രീയെ വികാര തരളിതയാക്കാനായിട്ട് പറ്റുന്നതാണ്. വാരിഭാഗത്ത് അമർത്തി ചുംബിക്കുന്നത് സ്ത്രീയെ കൂടുതൽ മോഹിപ്പിക്കും. വാരിഭാഗത്ത് മെല്ലെ തലോടുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ശക്തിയായി അമർത്തുമ്പോൾ സ്ത്രീക്ക് ഉണ്ടാകുന്ന ഭാവമാറ്റം വിവരണാതീതമാകും. അത് നിങ്ങൾ കണ്ടറിയുക, അനുഭവിക്കുക. അടുത്തത് തുടയാണ്. തുടകളിൽ കൈകൊണ്ട് തഴുകുന്നതും ചുംബിക്കുന്ന സ്ത്രീകൾക്ക് വളരെ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നിതംബത്തിന് തൊട്ട് താഴെയുള്ള തുടഭാഗത്ത് തുടയിലെ ഓരോ സ്പർശനവും ചുംബനവും കൂടുതൽ സ്നേഹപരിചരണങ്ങൾ ആവശ്യപ്പെടാൻ സ്ത്രീയെ നിർബന്ധിതമാക്കും. അതായത് അകന്തുടയിലെ ചുംബനങ്ങളാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അടുത്തത് കാൽമുട്ടിന് പുറകുവശമാണ്. സ്ത്രീ ശരീരത്തിലെ മടക്കുകളിൽ കാമദേവൻ ഒളിഞ്ഞിരിക്കുന്നുവെന്ന് പറയപ്പെടുന്നു. അതിൽ ഏറ്റവും പ്രധാന ഭാഗമാണ് നിരവധി ഞരമ്പുകൾ അവസാനിക്കുന്ന കാൽമുട്ടിന് പുറകുവശം. സ്ത്രീയെ ഉത്തേജനത്തിൻ്റെ പരകോടിയിൽ എത്തിക്കാൻ കാൽമുട്ടിന് പുറകുവശത്തെ ഒരു ചെറിയ തലോടൽ മാത്രം മതി. തലോടുന്നതിനൊപ്പം തന്നെ നാവുകൊണ്ട് തഴുകുന്നതും സ്ത്രീക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഭാഗങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ നിങ്ങളുടെ ലൈംഗിക ജീവിതം കൂടുതൽ ഭംഗിയുള്ളതും സംതൃപ്തിയുള്ളതുമായിട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും.